ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ചൈനയുമായി പലപ്പോഴും അതിർത്തി തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒരു ഇടമാണ്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഈ അരുണാചൽ പ്രദേശിന്റെ നിയന്ത്രണ രേഖ മറികടക്കാൻ ചൈന ശ്രമിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് ജനറൽ ദിനേഷ് സിംഗ് റാണെ. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു കടന്നുകയറ്റം ശ്രദ്ധയിൽപ്പെടുത്തിയത് AI ആണ്. AI ഉപയോഗിച്ചാണ് ഞങ്ങൾ ആ നിയന്ത്രണ രേഖ ലംഘിക്കാനുള്ള ചൈനീസ് ശ്രമത്തെ തടഞ്ഞത്. AI കൃത്യമായി ഇടപെട്ടതുകൊണ്ട് സൈന്യത്തെ കൃത്യമായി തന്നെ വിന്യസിക്കാനും ആളപായം ഇല്ലാതെ തന്നെ ആ ഒരു കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കാനും കഴിഞ്ഞു. AI എത്രത്തോളം വലുതായി, എത്രത്തോളം ഇന്ത്യൻ സൈന്യത്തിന് അത് സഹായകരമാകുന്നുണ്ടെന്ന് തെളിവാക്കുന്ന ഒന്ന് ആയിരുന്നു അവിടെ സംഭവിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. AI ഒരു വലിയ കരുത്തായി ഇപ്പോൾ സൈന്യങ്ങൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാനപരമായി തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്നു. മുൻപായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്ന അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്നത് മുൻകൂട്ടി കാണുന്നതിൽ വരുന്ന കാലതാമസം, അവിടുത്തെ സൈന്യത്തെ വിന്യസിക്കാൻ വരുന്ന ആ ഒരു കാലതാമസം, ഇതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ നൊടിയിടയ്ക്കുള്ളിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുകൂടി ലഫ്റ്റനന്റ് ജനറൽ പറയുകയുണ്ടായി. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ലോക രാജ്യങ്ങളുടെ ഒരു AI സമ്മേളനം നടന്നു വരുന്നു. ഈ AI സമ്മേളനത്തിൽ 2030 ഇന്ത്യ ലോകത്തിന്റെ AI ഹബ്ബായി മാറുമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. $400 ട്രില്യൺ വരുമാനമാണ് 2030 AI മാത്രം നമ്മുടെ രാജ്യത്തേക്ക് എത്താൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ അടക്കമുള്ള മന്ത്രിമാരും പറയുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.